നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഭീരുത്വം ഉത്തരവാദിത്തത്തോടെ മറുപടി പറയാതെ ഒളിച്ചോടി അമ്മയിലെ കൂട്ടരാജിയിൽ പാർവതി തിരുവോത്ത്. താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിയിലെ കൂട്ടരാജിയിൽ പ്രതികരിച്ച നടി പാർവതി തിരുവോത്ത്. ബർഖ ദത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം. എത്ര ഭീരുക്കളാണ് ഇവർ എന്നാണ് ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം തോന്നിയതെന്ന് പാർവതി പറഞ്ഞു. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോടടക്കം ഉത്തരവാദിത്തത്തോടെ സംസാരിക്കേണ്ട സ്ഥാനത്തിരുന്നവരാണ് ഇവരെന്നും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് രാജിയെന്നും പാർവതി പറഞ്ഞു. വിവാദം കനത്തതോടെ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകി മുകേഷ്. പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തി സന്ദേശമുണ്ട്. നടിയുടെ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശദീകരണം നൽകി നടനും MLAയുമായ മുകേഷ്. തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത്. നടി അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇന്നലെയാണ് മുകേഷ് വിശദീകരണം നൽകിയത്. രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ, ഇനി കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ സംഭവത്തോടെ കേരളം രക്ഷപ്പെട്ടു. താരങ്ങൾക്കെതിരെ പരാതി നൽകിയ നടി. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ തന്നോട് കാട്ടിയ ലൈംഗിക അതിക്രമത്തിൽ കേസെടുത്തതിൽ നന്ദി അറിയിച്ച് പരാതിക്കാരിയായ നടി. സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതിനാൽ തനിക്ക് വളരെ തുറന്ന് അവരോട് സംസാരിക്കുവാൻ സാധിച്ചുവെന്നും LDF സർക്കാരിന് നന്ദിയുണ്ടെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സംഭവത്തോടെ കേരളം രക്ഷപ്പെട്ടെന്നും ചെയ്ത തെറ്റുകൾക്ക് ആർക്കെതിരെയും കേസെടുക്കാനാകുമെന്നും തെളിഞ്ഞെന്നും അവർ കൂട്ടിച്ചേർത്തു. വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതി. വിനീതിനും സന്തോഷ് വർക്കിക്കും അലൻ ജോസ് എന്നിവർക്കെതിരെ കേസ്. ഹ്രസ്വചിത്ര സംവിധായകനും 2 സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾക്കും ഉൾപ്പെടെ 5 പേർക്കെതിരെ പീഡന പരാതിയുമായി യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി. ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത്, സോഷ്യൽ മീഡിയ താരങ്ങളായ സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര എന്നിവർക്കെതിരെയാണ് കേസ്. ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്
UPSC പരീക്ഷ നടക്കുന്ന ഞായറാഴ്ച അധിക സർവീസുമായി കൊച്ചി മെട്രോ. UPSC പരീക്ഷ നടക്കുന്നതിനാൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തും ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാ സൌകര്യമൊരുക്കുന്നതിനും അധിക സർവീസുമായി കൊച്ചി മെട്രോ. സെപ്റ്റംബർ 1 ഞായറാഴ്ച UPSC പരീക്ഷ നടക്കുന്നതിനാൽ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴ, മരണസംഖ്യ 28ആയി. 18,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസത്തിനിടെ മരണപ്പെട്ടത് 28 പേർ. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്നും 18,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 11 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555555. കാലാവസ്ഥ മോശം, സ്പേസ് എക്സിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റി. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ആദ്യ ബഹിരാകാശ നടത്ത ദൌത്യമായ പൊളാരിസ് ഡോണിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവച്ചു. യാത്രക്കാരെയും വഹിച്ച് തിരിച്ചിറങ്ങുന്ന ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ പതിക്കേണ്ട സമുദ്രഭാഗത്തെ കാലാവസ്ഥ മോശമായതിനെ തുടർന്നാണ് ദൌത്യം മാറ്റിവച്ചത്. മുകേഷിന്റെ രാജിയിൽ തിരക്ക് കൂട്ടരുത്, ആരോപണം നേരിട്ടവർ മുൻപുമുണ്ടായിട്ടില്ലേ? പ്രതികരിച്ച് ബിനോയ് വിശ്വം. മുകേഷിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ തിരക്ക് കൂട്ടരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആരോപണം നേരിട്ടവർ മുൻപും ഉണ്ടായിട്ടില്ലേ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. സർക്കാർ നീങ്ങുന്നത് ശരിയായ വഴിയിലാണെന്നും സർക്കാർ സ്ത്രീപക്ഷത്താണെന്നും ബിനോയ് വിശ്വം അവകാശപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉന്നത പോലീസ് സംഘത്തെ നിയോഗിച്ചതാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നത്. അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് അറബിക്കടലിലെത്തും. കേരളത്തിൽ വീണ്ടും അതിശക്ത മഴ സാധ്യത, മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ വീണ്ടും മഴ കനക്കുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സൌരാഷ്ട്ര കച്ച് മേഖലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് അറബിക്കടലിൽ എത്തിച്ചേരുന്നതടക്കമുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാക്കുന്നത്. ഇന്നടക്കം അടുത്ത 5 ദിവസം വ്യാപകമായി മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയിപ്പ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.